ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ ബെഡ്റൂമിൻ്റെ അകത്ത് നമ്മൾ വയറിങ് ചെയ്യുന്ന സമയത്ത് ബെഡിൻ്റെ സ്ഥലത്ത് സ്വിച്ച് വയ്ക്കാറുണ്ട്. അതുപോലെ തന്നെ എൻട്രൻസിൻ്റെ അതായത് ബാത്റൂം നമ്മുടെ ബെഡ്റൂമിലേക്ക് കയറുന്ന വഴി തന്നെ സ്ഥലത്തും നമ്മളൊരു സ്വിച്ച് ബോർഡിൽ വയ്ക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് വയ്ക്കുന്ന രണ്ട് സ്വിച്ചാണ് ഈ കാണുന്ന 2-വേ സ്വിച്ച്. അതായത് ആ 2-വേ സ്വിച്ചിൻ്റെ എംബ്ലം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് ഡോട്ടുകൾ മുകളിലും താഴെയും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. 2-വേ സ്വിച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പോളുകളാണ് ഉള്ളത്. ഈ 2-വേ സ്വിച്ച് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റും ഫാനും വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ റൂമിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ നമുക്ക് ഓൺ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ബെഡിൽ നിന്ന് ഓഫ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടും ഓൺ ഓഫ് ചെയ്യുന്നതിനും വേണ്ടി രണ്ട് സ്ഥലത്ത് നിന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2-വേ സ്വിച്ച് കൊടുക്കുന്നത്. ഒരു സ്ഥലത്ത് നമ്മൾ 2-വേ സ്വിച്ചിൻ്റെ ഫേസ് കൊടുക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ ലീഡാണ് കൊടുക്കേണ്ടത്. അതായത് ഒരു സ്ഥലത്ത് ഫേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻവെർട്ടർ ഫേസോ അല്ലെങ്കിൽ സാധാ ഫേസോ കൊടുക്കുകയാണെങ്കിൽ ഈ സ്ഥലത്ത് വരുമ്പോൾ ബെഡിൽ വരുന്ന പൊസിഷനിൽ വരുന്ന സമയത്ത് നമുക്ക് ലൈറ്റിലേക്ക് ഒരു പോയിന്റ് കൊടുക്കണമല്ലോ. ലൈറ്റിൻ്റെയും ഫാനിൻ്റെയും ലീഡുകളാണ് ഇവിടെ കൊടുക്കേണ്ടത്. അത്രയേ ഉള്ളൂ, സിമ്പിൾ കണക്ഷനാണ് വരുന്നത്. അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നിങ്ങൾ കാണുന്ന പോലെ തന്നെ 1-വേ സ്വിച്ചിൻ്റെ പ്രത്യേകത വെച്ചാൽ 2 പോളുകളാണ് ഉള്ളത്. 2-വേ സ്വിച്ചിന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 പോളുകളാണ് ഉള്ളത്. അതായത് സെൻറ്റർ പോയിന്റിൽ നിന്നും താഴേക്കും മുകളിലേക്കും എന്ന് നിങ്ങൾ സിമ്പിളായിട്ട് ചിന്തിച്ചാൽ മതി. ഒരു സ്വിച്ച് ഓണായിട്ട് കിടക്കുന്ന അവസ്ഥയിൽ സെൻട്രൽ പോയിന്റിൽ നിന്നും ഓൺ ആകുമ്പോൾ അതിൻ്റെ പൊസിഷൻ മുകളിലേക്ക് പോകുന്നു. പിന്നെ അതുപോലെ തന്നെ ഓഫ് ചെയ്ത് കിടക്കുന്ന സമയത്ത് സെൻട്രൽ പൊസിഷനിൽ നിന്ന് താഴേക്ക് പോകും. ഇങ്ങനെയാണ് അതിൻ്റെ കോൺടാക്ട്സ് ലഭിക്കുന്നത്. ആദ്യത്തെ നമ്മൾ കൊടുത്തത് ലൈറ്റിന് വേണ്ടിയിട്ടാണ് കൊടുത്തത്, ലൈറ്റിൻ്റെ പോയിന്റ് കൊടുത്തു. രണ്ടാമത് നമ്മൾ ഫാനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫാനിൻ്റെ സെൻറ്ററിൽ നിന്നും, അതായത് ആ രണ്ടാമത്തെ 2-വേയുടെ സെൻറ്ററിൽ നിന്നും ഫാനിൻ്റെ റെഗുലേറ്ററിലേക്ക് കൊടുത്തു. റെഗുലേറ്ററിൽ നിന്നും നമ്മൾ ഫാനിലേക്കുള്ള ഓപ്ഷൻ കൊടുത്തു. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് കണക്ഷനാണ്. പിന്നെ അത് കൂടാതെ തന്നെ അതിൻ്റെ അകത്ത് തന്നെ നമ്മളൊരു പ്ലഗും കൂടി കൊടുത്തിട്ടുണ്ട്, പ്ലഗ് സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻ്റർനാഷണൽ പ്ലഗ്ഗാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മൊബൈൽ ചാർജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ബെഡ് സ്വിച്ച് ആയതുകൊണ്ട് മൊബൈൽ ചാർജിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ കൊടുത്തിരിക്കുന്നത്. ഈ 2-വേ സ്വിച്ച് നമ്മൾ മാക്സിമം, അതായത് റൂമിൻ്റെ അകത്ത് ലൈറ്റും ഒരു ഫാനും ഇൻവെർട്ടറിൽ കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇൻവെർട്ടർ സെറ്റിൽ കൊടുക്കുകയാണെങ്കിൽ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗിക്കുന്നെങ്കിൽ ഇൻവെർട്ടർ അത്യാവശ്യമായിരിക്കും. കാരണം കറണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും റൂമിലെ ഏതെങ്കിലും ഒരു ഫാനും ഒരു ലൈറ്റും നമ്മൾ ഇൻവെർട്ടറിൽ സെറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റുകളും കാര്യങ്ങളും ഇൻവെർട്ടറിൽ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ചെറിയ ഇൻവെർട്ടർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കപ്പ് പെട്ടെന്ന് തീർന്നു പോകാനുള്ള സെറ്റപ്പും സാധിക്കും ഉണ്ടാവും. അതുകൊണ്ട് മാക്സിമം നമുക്ക് ഒരു ലൈറ്റും ഒരു ഫാനും മാത്രം റൂമിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബെഡ് സ്വിച്ചിൻ്റെ ഇപ്പുറത്ത് വരുന്ന പൊസിഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് AC വരുന്നുണ്ട്, മാസ്റ്റർ കണക്ഷൻ വരുന്നുണ്ട്, പിന്നെ ഫുഡ് ലാമ്പ് വരുന്നുണ്ട്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ തന്നെ നമ്മളൊരു പ്ലഗ് സോക്കറ്റ് കൂടി കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡിൽ നമ്മൾ പ്ലഗ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അത് 8 മോഡുകളുടെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ AC, മാസ്റ്റർ കണക്ഷൻ അതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് നമുക്ക് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് 2-വേ സ്വിച്ചിൻ്റെ കണക്ഷൻസും നമ്മുടെ റൂമിൽ വരുന്ന ബെഡ് സ്വിച്ചിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.